ദൈവം സ്ഥിതി മാറ്റുന്ന ദൈവമാണ്. നമ്മൾ ഓരോരുത്തരെ കുറിച്ച് നമുക്കൊരു ചിന്താഗതിയുണ്ട്, നമുക്കൊരു മാനദണ്ഡമുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് ആ വ്യക്തി ഇത്രയൊക്കെ ആകത്തുള്ളൂ, അവൻ ഇങ്ങനെ തകർന്നു കിടക്കാൻ വിധിക്കപ്പെട്ടവനാണ്, വിധിക്കപ്പെട്ടവളാണ്, അവളുടെ പശ്ചാത്തലം അവൻ്റെ പശ്ചാത്തലം ഇതാണ്, ഇത്രേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് ലോകം നിന്നെ വട്ടം വരച്ച് വട്ടത്തിനകത്ത് ഒതുക്കി എന്ന് വരാം. നാം തന്നെ നമ്മുടെ സാഹചര്യങ്ങളെ നോക്കി എനിക്കിത്രയൊക്കെ പറ്റത്തുള്ളൂ, ഞാൻ എത്ര ഉയർന്നാലും ഇവിടം വരെ വരത്തുള്ളൂ, ഞാൻ എനിക്കിതൊക്കെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നാം തന്നെ നമ്മളെ പരിമിതിപ്പെടുത്താറുണ്ട്. സ്തോത്രം. ഒന്ന്, മറ്റുള്ളവർ നമ്മളെ പരിമിതിപ്പെടുത്തും. മറ്റൊന്ന്, അടുത്തത് നാം നമ്മെ പരിമിതിപ്പെടുത്തും. സ്തോത്രം. എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചതുപോലെ മറ്റുള്ളവർ നമ്മളെ പരിമിതപ്പെടുത്തിയാലും നാം നമ്മെ പരിമിതപ്പെടുത്തിയാലും നമ്മുടെ ദൈവം പരിമിതി ഉള്ളവൻ അല്ല. മനസ്സിലായോ ദൂത്? നമ്മുടെ ദൈവം പരിമിതിയുള്ളവനല്ല. 78-ാം സങ്കീർത്തനത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ഒരിക്കൽ. നമ്മുടെ ദൈവം അൺലിമിറ്റഡ് ഗോഡാണ്. നമ്മുടെ ദൈവം പരിമിതികളില്ലാത്ത ദൈവമാണ്. നമ്മുടെ ദൈവം ആരാണ് എന്നുള്ളതനുസരിച്ചാണ് നീ എന്തായിത്തീരുന്നു എന്നായിത്തീരാൻ പോകുന്നത്. നിന്റെ ദൈവം സർവശക്തനായ ദൈവമാണെങ്കിൽ, നിന്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് നീ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കുമെങ്കിൽ, എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന വഴി ലോകം നിനക്കിട്ട ബൗണ്ടറിക്കകത്തല്ല, നീ നിനക്കിട്ട ബൗണ്ടറിക്കകത്തല്ല. നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം അവൻ്റെ സീമാതീതമായ വഴികൾ നിനക്ക് വേണ്ടി തുറന്ന് ലോകത്തിലെ ആർക്കും നിന്നെ ഒതുക്കാൻ കഴിയാത്ത മണ്ഡലത്തിൽ നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നീ ജനിച്ച വീട് ദൈവത്തിന് വിഷയമല്ല, നീ ജനിച്ചു വളർന്ന സ്ഥലം ദൈവത്തിന് വിഷയമല്ല, നിന്റെ ചുറ്റുപാടുകൾ ദൈവത്തിന് വിഷയമല്ല, അവൻ ലോകം നിന്നെ പരിമിതിപ്പെടുത്തിയ വഴികൾ ദൈവത്തിന് വിഷയമല്ല. ഇന്ന് പകൽക്കാലം നീ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ?